2 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് എങ്ങനെയാണ് KB ഗണേഷ് കുമാറിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്? ഈ ചോദ്യത്തിന് നമ്മുടെ മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഒരു മറുപടി നൽകി. എന്താ സംഭവം? പറ കേക്കട്ടെ. എന്താണ് ആ മറുപടി? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദായാലും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഞാൻ വാഹനം ഓടിക്കുമെന്ന്. ഇന്ത്യയിലെ പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് ഇന്ത്യയിലുണ്ട്. ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം. ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദാക്കി അയാൾ ഓടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. ഞാൻ ഓടിക്കും. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. എനിക്ക് ഗൾഫിലെ ലൈസൻസ് എന്നിട്ട് വാലിഡ് ആണ്. ഗൾഫിലെ ലൈസൻസ് എടുക്കാനൊക്കെ ഒരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ യോഗ്യത. ഇവനെന്താ ഇങ്ങനെ? ശരിക്കും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ വാഹനം ഓടിക്കാൻ കഴിയുമോ? എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ? കഴിയില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. ഗൾഫിൽ ലൈസൻസ് ഉള്ള ഇന്ത്യൻ പൗരൻ അപേക്ഷിച്ചാൽ തത്തുല്യമായ ഇന്ത്യൻ ലൈസൻസ് ലഭിക്കും. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ഇന്ത്യയിൽ വരുന്ന വിദേശികൾക്ക് അവരുടെ രാജ്യങ്ങളിൽ നിന്ന് സ്വന്തം ലൈസൻസ് ഹാജരാക്കി ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും കഴിയും. എന്നാൽ ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് നിന്നുള്ള ലൈസൻസ് നേടിയാലും നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് മസ്റ്റ് ആണ്. സമ്മതിക്കില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.